ഹായ് എവരി വൺ, ഷെയറിംഗ് നോളജിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ ലുക്കപ്പ് ആൻഡ് റിഫറൻസ് ഫങ്ഷൻസ് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ്. 7 ഫങ്ഷൻസ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എച്ച് ലുക്കപ്പ്, വി ലുക്കപ്പ്, ലുക്കപ്പ്, മാച്ച്, ഇൻഡെക്സ്, ഇൻഡയറക്റ്റ് ആൻഡ് ചൂസ്. നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇതാണ്, എച്ച് ലുക്കപ്പ്. അതിൻ്റെ ഫുൾ ഫോം ഹൊറിസോണ്ടൽ ലുക്കപ്പ് എന്നതാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം. ഒരു ടേബിളിലെ ഒന്നാമത്തെ റോയിൽ നിന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ മറ്റൊരു റോയിൽ നിന്ന് കണ്ടെത്തുന്നതാണ് എച്ച് ലുക്കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു മാർക്ക് ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ലുക്കപ്പ്, എച്ച് ലുക്കപ്പ് കാണുന്നതിന് വേണ്ടി ഡേറ്റ ഹൊറിസോണ്ടലായിട്ടായിരിക്കും ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം. നമ്മൾ ടേബിളിലെ ഒന്നാമത്തെ റോയിൽ നിന്നും, ഇവിടുത്തെ ഒന്നാമത്തെ റോ ഏതാണ്? സ്റ്റുഡൻറ്റ് നെയിം അല്ലേ? സോ ഒന്നാമത്തെ റോയിൽ നിന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂവിന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞാൽ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിം പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, അതായത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്കുകൾ മറ്റൊരു റോയിൽ നിന്ന് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് കണ്ടെത്തുന്നതാണ് എച്ച് ലുക്കപ്പ്. നമുക്കിത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഇൻഡിവിജ്വലി ചെയ്യാം, അതല്ലാതെ സെൽ റിഫറൻസ് ആയിട്ടും ചെയ്യാം. ഞാനിവിടെ സെൽ റിഫറൻസ് ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സ്റ്റുഡൻറ്റ് നെയിം ഞാനിവിടെ ഈ ഒരു സെല്ലിൽ കൊടുക്കുമ്പോൾ മാത്സിൻ്റെ മാർക്ക് നെക്സ്റ്റ് കോളത്തിൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ മാത്സിൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഞാനിവിടെ എച്ച് ലുക്കപ്പ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് കഴ്സർ ഇവിടെ വെക്കാം. ദെൻ ഈക്വൽ ടു സിമ്പിൾ ഫസ്റ്റ് കൊടുക്കുക. ദെൻ എച്ച് ലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് വരുന്നത് ലുക്കപ്പ് വാല്യൂ ആണ്. ലുക്കപ്പ് വാല്യൂ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഏതാണ് ലുക്കപ്പ് വാല്യൂ? സ്റ്റുഡൻറ്റ് നെയിമാണ് ലുക്കപ്പ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ നെയിം നമുക്ക് ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കാം ഒന്നെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കോളത്തിലാണ് ഞാൻ ലുക്കപ്പ് വാല്യൂ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുകൊണ്ട് റിഫറൻസ് കൊടുക്കുന്നത് നമുക്ക് വാല്യൂ മാറി ഓരോ നെയിമും മാറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ റിഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ അതായത് ഇവിടെ F7 എന്നുള്ള ഈ ഒരു റിഫറൻസ് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ലുക്കപ്പ് വാല്യൂ ആണ് ഫസ്റ്റ് കൊടുക്കാനുള്ളത്. ദെൻ കോമ ഇട്ടതിന് ശേഷം ടേബിൾ അരേ. അപ്പോൾ നമ്മൾ ഡേറ്റ അരേ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്തു. അതിനുശേഷം എഗെയിൻ കോമ ഇട്ടു. നെക്സ്റ്റ് റോയുടെ നമ്പർ, അതായത് മാർക്സ് ഓഫ് മാത്സ് ആണ് നമുക്ക് കാണാനുള്ളത്. മാത്സ് എത്രാമത്തെ റോയിലാണ്? 3ാമത്തെ റോയിലാണ് അല്ലേ? സോ നമുക്ക് 3 കൊടുക്കാം. അതിനുശേഷം എക്സാക്റ്റ് മാച്ച്, നമുക്ക് ഒരു സിൻറ്റാക്സിൽ ഒരു ഐറ്റം കൂടെ ഉണ്ട്, റേഞ്ച് ലുക്കപ്പ് എന്നുള്ളത്. അതായത് നമുക്ക് ഈ സ്റ്റുഡൻറ്റ് നെയിം എക്സാക്റ്റ് മാച്ചാണ് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് നമുക്കവിടെ ഫോൾസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എക്സാക്റ്റ് മാച്ചിൻ്റെ വാല്യൂം കൂടെ കൊടുക്കണം. ഓക്കെ, ദെൻ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്യുക, എൻ്റർ കീ കൊടുക്കുക. ഇത് കണ്ടോ, നമുക്ക് സ്റ്റുഡൻറ്റ് നെയിം നമുക്ക് ഫസ്റ്റ് കൊടുക്കാം. ഇപ്പോൾ ദീപ എന്നൊരു പേരാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് മാർക്ക് 78. അതായത് ദീപ എന്ന സ്റ്റുഡൻറ്റിൻ്റെ മാത്സിൻ്റെ മാർക്ക് 78 ആണ്. കണ്ടോ, നമുക്കിവിടെ മറ്റൊരു പേര് കൊടുക്കാം, കാവ്യ. ഓക്കെ, കാവ്യ എന്ന് കൊടുത്താൽ കാവ്യയുടെ മാർക്ക് എത്രയാണ്? മാത്സിൻ്റെ 34. കണ്ടോ, അതുപോലെ നമുക്ക് മീര, മറ്റൊരു നെയിം കൊടുത്തു മീര. മീരയുടെ മാർക്ക് എത്രയാണ്? നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന 34 ആണ്. എഗെയിൻ 34 കണ്ടു. അതുപോലെ ലീന നോക്കാം, LEANA, ലീനയുടെ മാത്സിൻ്റെ മാർക്ക് എത്രയാണ്? 65. ഓക്കെ, അപ്പോൾ ഒരു ടേബിളിലെ ഒന്നാമത്തെ റോയിൽ നിന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ മറ്റൊരു റോയിലത്തെ കണ്ടെത്തുന്നതാണ് ഈ എച്ച് ലുക്കപ്പ്. ഓക്കെ ആണോ? രണ്ടാമത്തെ ഫംഗ്ഷൻ വി ലുക്കപ്പ്. ഓക്കെ, വി ലുക്കപ്പിൻ്റെ ഫുൾ ഫോം വെർട്ടിക്കൽ ലുക്കപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ ലുക്കപ്പ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഡേറ്റ നമ്മൾ കൊടുത്തിരിക്കുന്നത് വെർട്ടിക്കലായിട്ടായിരിക്കും ഡേറ്റ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വെർട്ടിക്കൽ ലുക്കപ്പിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഒരു ടേബിളിലെ ആദ്യത്തെ കോളത്തിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂ അതിന് നേരെ അതേ റോയിലുള്ള നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന മറ്റൊരു കോളത്തിലെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നതാണ് വി ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ കെമിസ്ട്രിയുടെ മാർക്കാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും കെമിസ്ട്രിയുടെ മാർക്ക് കാണണം. അപ്പോൾ ഞാനിവിടെ റിഫറൻസ് ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ലുക്കപ്പ് വാല്യൂ ഞാൻ നോക്കി ഇവിടെ D9 എന്നുള്ള സെല്ലിലാണ് കൊടുക്കുന്നത് ലുക്കപ്പ് വാല്യൂ. അപ്പോൾ നമുക്ക് നോക്കാം, = വി ലുക്കപ്പ്, ബ്രാക്കറ്റ് കൊടുക്കാം. ലുക്കപ്പ് വാല്യൂ എവിടെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? D9. ഓക്കെ, ഇൻഡിവിജ്വൽ നെയിമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ ഡബിൾ കോട്ട്സിനകത്ത് നെയിം കൊടുക്കുക. ഞാനിവിടെ കൊടുക്കുന്നത് റിഫറൻസ് ആയതുകൊണ്ടാണ്. എന്നുവെച്ചാൽ റിഫറൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ഓരോരുത്തരുടെ പേര് മാറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ റിഫറൻസ് ഇവിടെ തമ്മിൽ കൊടുക്കുന്നു D9.
അതിനുശേഷം കോമ ഇട്ടതിന് ശേഷം നമുക്ക് വാല്യൂ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡേറ്റ നമ്മൾ ഡേറ്റ സെലക്ട് ചെയ്യുക. കണ്ടോ, ഡേറ്റ സെലക്ട് ചെയ്തു. അതിന് കോമ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് വേണ്ടത് നമുക്ക് കെമിസ്ട്രിയുടെ മാർക്കല്ലേ വേണ്ടത്. അപ്പോൾ അത് എത്രാമത്തെ കോളത്തിലാണ്? 3ാമത്തെ കോളത്തിലാണ് കെമിസ്ട്രിയുടെ മാർക്ക് വന്നിരിക്കുന്നത്. സോ നമുക്ക് 3 കൊടുക്കാം. കോമ ഇട്ടതിന് ശേഷം നമുക്ക് എക്സാക്റ്റ് മാച്ച് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഫോൾസ് എന്നൊരു വാല്യൂവും കൂടെ ഇവിടെ കൊടുക്കാം. ദെൻ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എൻ്റർ കീ കൊടുക്കുക. ഇത് കണ്ടോ, ഫെബി എന്ന സ്റ്റുഡൻറ്റിൻ്റെ കെമിസ്ട്രിയുടെ മാർക്ക് 76 ആണ്. നമുക്ക് മറ്റൊരു സ്റ്റുഡൻറ്റിൻ്റെ പേര് കൊടുക്കാം, അബി. കണ്ടോ, അബിയുടെ കെമിസ്ട്രിയുടെ മാർക്ക് എത്രയാണ്? 91 ആയിരിക്കണം. ഇത് കണ്ടോ, 91. അതുപോലെ ഇവിടെ നമുക്ക് ലെനിൻ്റെ നോക്കാം. ലെനിൻ്റെ മാർക്ക് എത്രയാണെന്നുള്ളത്. ഓക്കെ, ലെനിൻ്റെ മാർക്ക് എത്രയാണ്? കെമിസ്ട്രിയുടേത് 84 ആണ്. ഇത് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വി ലുക്കപ്പ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വി ലുക്കപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ടേബിളിലെ ആദ്യത്തെ കോളത്തിൽ നിന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഒരു വാല്യൂ, ആ വാല്യൂവിന് നേരെ അതേ റോയിലുള്ള നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന മറ്റൊരു കോളത്തിലെ വാല്യൂ കണ്ടെത്തുന്നതാണ് വി ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ലുക്കപ്പ് ഫംഗ്ഷൻ. ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് എങ്ങനെ അറിയാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കതിന് = ലുക്കപ്പ് ബ്രാക്കറ്റ് കൊടുക്കാം. ആ സ്റ്റുഡൻറ്റിൻ്റെ നെയിം ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫെബിയുടെയാണ് കാണുന്നതെങ്കിൽ ഫെബിയുടെ നെയിം നമുക്ക് ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കാം. ശേഷം ആ ഫെബി എന്നുള്ള നെയിം റിസൈഡ് ചെയ്യുന്ന ആ ഒരു എൻറ്റയർ റേഞ്ച് നമുക്ക് സെലക്ട് ചെയ്യാം, ആ കോളം സെലക്ട് ചെയ്യാം. ഇതിന് കോമ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് റിസൾട്ട് വെക്റ്ററാണ്. റിസൾട്ട് എവിടെ നിന്നാണ് കാണേണ്ടത്? ഇംഗ്ലീഷിൻ്റെ മാർക്ക് അറിയേണ്ടത് അല്ലേ. അപ്പോൾ ആ ഒരു ഡേറ്റ നമുക്ക് സെലക്ട് ചെയ്യാം. ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എൻ്റർ കീ കൊടുത്ത് നോക്കി. ഫെബി എന്ന സ്റ്റുഡൻറ്റിൻ്റെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് 78. ഓക്കെ, നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് ആളെ ഒന്ന് മാറ്റാം. ഞാനിപ്പോൾ ഫോർമുല ചേഞ്ച് ചെയ്യുക. ഇവിടെ ഫെബി എന്നുള്ള പേര് മാറ്റിയിട്ട് ഞാനവിടെ മീര എന്ന് കൊടുക്കുക. ഓക്കെ, മീര എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എൻ്റർ കീ കൊടുക്കുമ്പോൾ എത്ര മാർക്ക് വരണം? കണ്ടോ, മീരയുടെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് 82. ഇങ്ങനെയാണ് ലുക്കപ്പ് വാല്യൂ ഉപയോഗിച്ച് ഒരു സ്റ്റുഡൻറ്റിൻ്റെ നമ്മൾ കൊടുക്കുന്ന ഏത് സബ്ജക്റ്റാണോ ആ സബ്ജക്റ്റിൻ്റെ മാർക്ക് അറിയുന്നത്. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസിൽ നിന്നും ഒരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ പൊസിഷൻ റിട്ടേൺ ചെയ്യുന്നതാണ് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതായത് നമുക്കിവിടെ നമ്മൾ ഏത് പ്ലാനറ്റ് കൊടുക്കുന്നുവോ ആ പ്ലാനറ്റിൻ്റെ പൊസിഷൻ റിട്ടേൺ ചെയ്യണം. അപ്പോൾ പ്ലാനറ്റ് നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെയാണ് പ്ലാനറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനവിടെ ഇപ്പോൾ വീനസ് ഒന്ന് കൊടുക്കുവാണ്. കണ്ടോ, നമുക്കിതിൻ്റെ പൊസിഷൻ ഇവിടെ റിട്ടേൺ ചെയ്യണം. സോ ഫോർമുല ഇവിടെ കൊടുക്കാം. = മാച്ച് ബ്രാക്കറ്റ് കൊടുക്കാം. ഫസ്റ്റ് ലുക്കപ്പ് വാല്യൂ ആണ്. ലുക്കപ്പ് വാല്യൂ നമുക്ക് ഇൻഡിവിജ്വൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ആ ഒരു നെയിം ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കുക. ഞാനിവിടെ റിഫറൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്, അതായത് ഈ പറഞ്ഞിരിക്കുന്നത് E2 എന്നുള്ള സെല്ലിൽ. സോ E2 ക്ലിക്ക് ചെയ്യുക. കോമ ഇട്ടതിന് ശേഷം ലുക്കപ്പ് അരേ, ഈ പറഞ്ഞിരിക്കുന്ന പ്ലാനറ്റ് എവിടെയാണോ റിസൈഡ് ചെയ്യുന്നത് ആ പൊസിഷൻ അത്രയും സെലക്ട് ചെയ്ത് കൊടുക്കുക. A2 = A9. ദെൻ കോമ ഇട്ടതിന് ശേഷം നമുക്ക് മാച്ച് ടൈപ്പ് കൊടുക്കണം. 3 മാച്ച് ടൈപ്പാണുള്ളത്. ലെസ് ദാൻ, എക്സാക്റ്റ് മാച്ച്, ഗ്രേറ്റർ ദാൻ. നമുക്കിവിടെ എക്സാക്റ്റ് മാച്ചാണ് വേണ്ടത്. സോ അതുകൊണ്ട് 0 കൊടുക്കാം. ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എൻ്റർ കീ കൊടുക്കാം. ഇത് കണ്ടോ, വീനസിൻ്റെ പൊസിഷൻ 2 ആണ്. അപ്പോൾ നമുക്ക് മാർസ് കൊടുത്താലോ? മാർസിൻ്റെ പൊസിഷൻ എത്രയാണ്? 4. എർത്ത് ആണെങ്കിലോ? എർത്തിൻ്റെ പൊസിഷൻ വരുന്നത് 3. കണ്ടോ, ഇങ്ങനെ അത് മാറി മാറി വരും. അപ്പോൾ മാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസിൽ നിന്നും പർട്ടിക്കുലർ വാല്യൂവിൻ്റെ പൊസിഷൻ റിട്ടേൺ ചെയ്യുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ അതിൻ്റെ പൊസിഷൻ റിട്ടേൺ ചെയ്യാനാണ് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ ഇൻഡെക്സ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു ടേബിളിൽ നിന്ന് ഡേറ്റ എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇൻഡെക്സ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന സ്റ്റുഡൻറ്റ്, നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന മാർക്ക് റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പൊസിഷൻ നോക്കിയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം റോ നമ്പർ, രണ്ടാമത് കോളം നമ്പർ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം ഈ ഒരു ഫോർമുല ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റുഡൻറ്റ് ആദ്യത്തെ മാർക്ക്, സബ്ജക്റ്റിൻ്റെ മാർക്ക് നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റുഡൻറ്റ് നെയിം കൊടുത്തിട്ടുണ്ട്, സബ്ജക്റ്റും കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് നെയിം ഞാൻ ഫസ്റ്റ് ആണ്, അതായത് റോ നമ്പറാണ് സ്റ്റുഡൻറ്റ്. ഞാൻ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ആൻഡ് റോ നമ്പർ അത് കൊടുത്തിട്ടുണ്ട് 1, ഒന്നാമത്തെ റോ. നെക്സ്റ്റ് സബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നതോ ഒന്നാമത്തെ കോളം. ഞാൻ അങ്ങനെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതിൻ്റെ ആദ്യം = ഇൻഡെക്സ്
ബ്രാക്കറ്റ് കൊടുക്കുക, ഡേറ്റ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു, അതിനുശേഷം കോമ ഇടുക. നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് റോ നമ്പറാണ്. റോ നമ്പർ ഏതാണ്? നമുക്ക് ഫസ്റ്റ് കൊടുക്കുന്ന 1. ഞാനിവിടെ D8 കൊടുത്തിരിക്കുന്നത്. എഗെയിൻ കോമ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കേണ്ടത് കോളൻ നമ്പറാണ്. കോളൻ നമ്പർ ഞാനിവിടെ D9 കൊടുത്തിരിക്കുന്നത്. സോ D9. ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്യുക, എൻ്റർ കീ കൊടുക്കുക. ഇത് കണ്ടോ, ആദ്യത്തെ സബ്ജക്റ്റിൻ്റെ മാർക്ക് 45 കണ്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ സ്റ്റുഡൻറ്റ് രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ മാർക്കാണെങ്കിലോ 2 കൊടുത്താലോ നമുക്ക് എത്ര കിട്ടണം? 76 കിട്ടണം. ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെ രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ മാർക്ക്. ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെ മൂന്നാമത്തെ സബ്ജക്റ്റിൻ്റെ മാർക്കാണെങ്കിലോ നമുക്ക് എങ്ങനെ മാറി വരും? കേട്ടോ, 76. അതുപോലെ ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെ നാലാമത്തെ സബ്ജക്റ്റിൻ്റെ മാർക്ക് 65. നമുക്ക് ഇതുപോലെ തിരിച്ചു വേണമെങ്കിലും കൊടുക്കാം. രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ നാലാമത്തെ സബ്ജക്റ്റിൻ്റെ മാർക്ക് ഇത് കണ്ടോ, 78. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡെക്സ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അടുത്ത ഫംഗ്ഷൻ ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് സ്ട്രിങ് ആക്കി മാറ്റിയ ഒരു സെൽ റിഫറൻസ്. സ്ട്രിങ് എന്ന് വെച്ചാൽ എന്താണ്? ടെക്സ്റ്റ്. അപ്പോൾ ടെക്സ്റ്റാക്കി മാറ്റിയ ഒരു സെൽ റിഫറൻസിൽ നിന്നും അതിൻ്റെ കണ്ടൻറ്റ് കാണിച്ചു തരുന്ന ഫംഗ്ഷനാണ് ഇൻഡയറക്റ്റ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഞാനിവിടെ നോക്കിയ A1 എന്നുള്ള സെല്ലിൽ കൊടുത്തിരുന്ന നമ്പറാണ് 500 എന്നുള്ള വാല്യൂ. അപ്പോൾ സെല്ല് ഏതാണ്? A1. ഓക്കെ, ഈ A1 ഞാൻ മറ്റൊരു സെല്ലിൽ ടൈപ്പ് ചെയ്യുവാണ്. A1 മറ്റൊരു സെല്ലിൽ ഞാനിവിടെ ടൈപ്പ് ചെയ്തു. അതായത് ഈ സെല്ലിൻ്റെ അഡ്രസ്സാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. ഇപ്പോൾ ആ സെല്ലിൻ്റെ ആ റിഫറൻസ് എന്തായിട്ട് മാറി? വെറും ടെക്സ്റ്റായിട്ട് മാറി, സ്ട്രിങ് ആയിട്ട് മാറി. ഓക്കെ, ഈ ഒരു സ്ട്രിങ് ഉപയോഗിച്ചിട്ട്, ഈ സെൽ റിഫറൻസ് ഉപയോഗിച്ച് ഞാൻ അതിൻ്റെ കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. സോ ഞാനിവിടെ E കഴ്സർ വെച്ചു, E1. ദെൻ ഇസ് ഈക്വൽ ടു ഇൻഡയറക്റ്റ്, ബ്രാക്കറ്റ് കൊടുക്കുക. ഈ A1 എന്ന് എഴുതിയിരിക്കുന്ന സെല്ല് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്ത് എൻ്റർ കീ കൊടുത്താൽ ആ 500 എന്നുള്ള എമൗണ്ട് ഇവിടെ വരും, E1 വരും. അതാണ് സ്ട്രിങ് ആക്കി മാറ്റിയ, കണ്ടു, ഇത് സെൽ റിഫറൻസിൽ നിന്നും അതിൻ്റെ കണ്ടൻറ്റ് കാണിച്ചു തരുന്ന ഫംഗ്ഷൻ. അതാണ് ഇൻഡയറക്റ്റ്. നമുക്കിത് മറ്റൊരു വഴിക്ക് എളുപ്പത്തിന് കൊടുക്കാം. അപ്പോൾ നമുക്ക് A1 നമ്മുടെ വാല്യൂ ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എങ്ങനെ കൊടുക്കുമെന്ന് നോക്കാം. ഇൻഡയറക്റ്റ്, ബ്രാക്കറ്റ് കൊടുക്കാം, ഡബിൾ കോഡ്സിനകത്ത് നമുക്ക് ആ റിഫറൻസ് അങ്ങ് കൊടുക്കാം. അപ്പോൾ റിഫറൻസ് നോർമൽ സെൽ നെയിമാണ് A1. റിഫറൻസ് കൊടുക്കുമ്പോഴോ ഡോളർ സിമ്പൽ ഇട്ട് കൊടുക്കണം അല്ലേ. $A $1 ഇതാണ് നമുക്ക് റിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കത് ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കുമ്പോൾ ആ ഒരു $A $1 ഉള്ള റിഫറൻസ് എന്തായിട്ട് മാറി? സ്ട്രിങ് ആയിട്ട് മാറി. ഓക്കെ, ഡബിൾ കോഡ്സിനകത്ത് എന്ത് കൊടുത്താലും അത് സ്ട്രിങ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ സ്ട്രിങ് ആയിട്ട് മാറിയ ഈ സെൽ റിഫറൻസിൻ്റെ കണ്ടൻ്റാണ് നമുക്കിനിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത്. ദെൻ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഇവിടെ ഉള്ള 500 എന്നുള്ള സംഖ്യ ഇവിടെ വരണം. ദെൻ എൻ്റർ കീ. കണ്ടോ? അപ്പോൾ ഇതാണ് ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ്റെ പ്രത്യേകത. ഓക്കെ, സ്ട്രിങ് ആക്കി മാറ്റിയ സെൽ റിഫറൻസിൽ നിന്നും അതിൻ്റെ കണ്ടൻറ്റ് കാണിച്ചു തരുന്ന ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ ചൂസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് കുറച്ച് വാല്യൂസ് ഉൾക്കൊള്ളുന്ന ഒരു ലിസ്റ്റിൽ നിന്നും ഒരു പ്രത്യേക പൊസിഷനിലുള്ള വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് ചൂസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു 12 മാസത്തിൻ്റെ പേരാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഞാനൊരു പൊസിഷൻ കൊടുക്കുമ്പോൾ ഒരു നമ്പർ കൊടുത്താൽ, ഇപ്പോൾ 4ാമത്തെ പൊസിഷനിൽ ഏത് വരും എന്ന് കൊടുത്താൽ എനിക്ക് റിസൾട്ട് ഏപ്രിലായിട്ട് വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ നോക്കി അതിനൊരു റെഫറൻസ് കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഇങ്ങനെ മന്ത് ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് 4 എന്ന് കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇസ് ഈക്വൽ ടു ചൂസ്, ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തത് ഇൻഡെക്സ് നമ്പറാണ്. ഇൻഡെക്സ് നമ്പർ ഞാൻ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഇവിടെ ഇൻഡെക്സ് നമ്പർ കൊടുത്തിരിക്കുന്ന പോർഷൻ D3 ആണ്. സോ D3 നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. കോമ ഇട്ടതിന് ശേഷം ബാക്കിയുള്ള വാല്യൂസ് നമുക്ക് റിഫറൻസ് ആയിട്ട് കൊടുക്കാം. അതായത് നോക്കി, ഫസ്റ്റ് ജാനുവരി 1 ക്ലിക്ക് ചെയ്തു, പിന്നെ അഗെയിൻ കോമ, ഇങ്ങനെ ഓരോന്നും കോമ ഇട്ട് വേർതിരിച്ച് ഓരോ സെല്ലും സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. കണ്ടോ? ദെൻ ഇപ്പോൾ A12 വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്ത് എൻ്റർ കീ കൊടുക്കാം. ഇത് കണ്ടോ, 4ാമത്തെ ആ പൊസിഷൻ ഏതാണ് വരുന്നത്? പൊസിഷനിൽ ഏപ്രിൽ. അപ്പോൾ ഞാനിവിടെ 7 ആണ് കൊടുക്കുന്നതെങ്കിലോ ഏതായിരിക്കണം വരേണ്ടത്? ജൂലൈ. അപ്പോൾ നമ്മൾ 10 കൊടുത്താലോ ഏത് വരണം? ഒക്ടോബർ. മനസ്സിലായോ? ഇങ്ങനെയാണ് ചൂസ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. കുറച്ച് വാല്യൂസ് ഉൾക്കൊള്ളുന്ന ഒരു ലിസ്റ്റിൽ നിന്നും
ഒരു പ്രത്യേക പൊസിഷനിലുള്ള വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. അതാണ് ചൂസ് ഫംഗ്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിവിടെ 7 ഫംഗ്ഷനും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ലുക്കപ്പ് ആൻഡ് റിഫറൻസ് ഫംഗ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എക്സലിൻ്റെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.